പാർക്കിൻസൺസ് രോഗം നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഡോപ്പമിൻ അടങ്ങിയ കോശങ്ങൾ പതുക്കെ നശിച്ചു പോകുന്നതാണ് ഈ അസുഖത്തിന് കാരണമാകുന്നത്. ഇതിന് ലക്ഷണങ്ങളായിട്ടുള്ളത് പ്രധാനമായിട്ടും കൈകൾ ഒരു സൈഡിലുണ്ടാകുന്ന വിറയൽ, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ ബട്ടൺസ് ഇടുമ്പോഴോ ഒപ്പിടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വിറയൽ. എന്നാൽ എല്ലാ വിറയലും പാർക്കിൻസൺ രോഗമാണോ? അല്ല. എസെൻഷ്യൽ ട്രെമർ അഥവാ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന വിറയൽ, മറ്റ് തൈറോയ്ഡ് ഡിസീസ് കാരണം, ഹോർമോണൽ കാരണങ്ങൾ കാരണം, മരുന്നുകൾ കാരണം ഉണ്ടാകുന്ന വിറയലെല്ലാം ഉണ്ടാവും. എന്നാൽ ഇതിൽ നിന്നും പാർക്കിൻസൺസ് ഡിസീസ് കാരണമുള്ള വിറയൽ വേറിട്ട് നിർത്തുന്നത് അത് റെസ്റ്റിംഗ് ട്രെമർ ആണെന്നുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയലാണ് കൂടുതലെന്നുള്ളതാണ്. ഇതിന് പുറമെ റിജിഡിറ്റി അഥവാ പേശികളിലുണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ്, അത് ചിലപ്പോൾ ക്രാമ്പായിട്ടോ ചിലപ്പോൾ വേദനയായിട്ടോ ആളുകൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഇതിൻ്റെ ഭാഗമായി ഈവൻ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരെ ആളുകൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിന് പുറമെ ബ്രാഡിക്കൈനീസിയ അഥവാ ദൈനംദിന പ്രവൃത്തികൾ സ്ലോ ആയി പോകുന്നൊരവസ്ഥയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. നന്നായി സ്പീഡിൽ നടന്നിരുന്ന ഒരാളുടെ നടത്തത്തിൻ്റെ സ്പീഡ് കുറയുക, നമ്മൾ അടുക്കളയിലെ ജോലിയുടെ സ്പീഡ് കുറയുക, അങ്ങനെ സ്ലോനെസ് ഓഫ് ആക്ടിവിറ്റി ഇതിൻ്റെ വേറൊരു ലക്ഷണമാണ്. ഇതിന് പുറമെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വീഴ്ചകൾ, മണം നഷ്ടപ്പെടുക, മാനസികമായിട്ടുള്ള ഇമോഷണൽ പ്രോബ്ലംസ്, ഉറക്കം നഷ്ടപ്പെടുക, ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ്. ഈ അസുഖം ഒരു പരിധിവരെ മരുന്നുകളാൽ, ഫിസിയോതെറാപ്പി, എക്സസൈസുകൾ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. ഇനി അഥവാ മരുന്നിനോട് പ്രതികരിക്കാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് DBS മുതലായിട്ടുള്ള പുതിയ സർജിക്കൽ മെത്തേഡ് അത് ഒരു പരിധിവരെ സുഖപ്പെടുത്താവുന്നതാണ്.